പാല സെന്റ് തോമസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ മെറിറ്റ് ഡേ ആഘോഷം നടന്നു. സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന സമ്മേളനത്തിൽ 2024-25 അധ്യയന വർഷം SSLC +2 പരീക്ഷകളിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികളെ പുരസ്കാരം നൽകി അനുമോദിച്ചു. മാണിസിക്കാപ്പൻ MLA സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. കാരണം ഞാൻ പഠിച്ച സ്കൂളായിരുന്നു, ഇത് എൻ്റെ കൂടി സ്കൂളാണ്. ഇവിടുത്തെ ഒരു പൂർവ്വ വിദ്യാർത്ഥി എന്ന നിലയിൽ ആ കാലഘട്ടത്തിൽ നിന്നും സ്കൂൾ ഒരുപാട് വളർന്നു പോയിരുന്നു മുമ്പോട്ട്. ഇന്ന് പ്രിൻസിപ്പൽ പറഞ്ഞു, ഇന്ന് 3ാം സ്ഥാനത്തെത്തിയിരിക്കുന്നു, അടുത്ത വർഷം നമുക്ക് 1ാം സ്ഥാനത്തെത്തണം. അദ്ദേഹം കഴിഞ്ഞ ദിവസം ഞങ്ങൾ പാസ്റ്റർ സെന്ററിൽ വെച്ച് ഈ രൂപതയിലുള്ള പിതാവ് ഉൾപ്പെടെ ഈ രൂപതയിലുള്ള വിദ്യാർത്ഥികളിൽ ഫുൾ ഡേ പ്ലസ് കിട്ടിയതിനെ അഭിനന്ദിക്കുവാൻ വേണ്ടി ഒരു യോഗം കൂടിയിരുന്നു. അപ്പം ഞാൻ സാറിനോട് ചോദിച്ചു, സാറിനെ എങ്ങനെ സന്തോഷിച്ചു? ഒരു കുട്ടി മാത്രം തോറ്റു ഒരു വിഷയത്തിന് ഒരുപാട് ഞങ്ങൾ ശ്രമിച്ചു. സാർ മറ്റൊരു കാര്യം പറഞ്ഞു, ഇവിടെ പെൺകുട്ടികളോട് വന്ന് മിക്സഡ് സ്കൂൾ ആയതുകൊണ്ടാണ് ഈ വിജയത്തിൻ്റെ കാരണം. അതിലെനിക്ക് ഏറെ സന്തോഷമുണ്ട്. കാരണം ആ ഓർഡർ പിടിച്ചുകൊണ്ട് ഞാൻ മിക്സഡ് സ്കൂളാകാൻ ഈ സ്കൂളിനും മുത്തോലി സെന്റ് ആന്റണി സ്കൂളിനും വേണ്ടി അപേക്ഷ കൊടുത്ത സർക്കാരിൽ നിന്ന് ഓർഡർ മേടിച്ചുകൊടുക്കാൻ സാധ്യതയും ഇപ്പോൾ സാധ്യത പറഞ്ഞപ്പോൾ ഏറെ അഭിമാനം തോന്നുന്നു. സ്കൂൾ മാനേജർ റവറൻഡ് ഡോക്ടർ ജോസ് കാക്കലിൽ അധ്യക്ഷനായിരുന്നു. സ്കൂൾ പ്രിൻസിപ്പൽ റെജിമൻ K. മാത്യു, ഹെഡ്മാസ്റ്റർ ഫാദർ ജോസഫ് തെങ്ങുംപള്ളിയിൽ എന്നിവർ പ്രസംഗിച്ചു.